രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമിതമായ ക്ഷീണം, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ദിവസം മുഴുവനും ദേഷ്യവും മൂഡ് സ്വിങ്സും. ഇങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ന്യൂട്രിയൻറ്റ് നിങ്ങൾക്ക് ഡെഫിഷ്യൻ്റ് ആകാം. ഹായ്, ഐ എം ഡോക്ടർ ഫൗസ് ബർക്കെ. സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന 3 ന്യൂട്രിയൻ ഡെഫിഷ്യൻസികളിൽ ഒന്നാമത്തേതാണ് അയൺ. ആർത്തവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം കാരണം ഇരുമ്പിൻ്റെ അംശം കുറയാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അമിതമായ രക്തസ്രാവം ഹെവി പീരീഡ്സ് ഉള്ളവർക്ക്. ഇതിനുള്ള പരിഹാരം ആർത്തവ സമയത്തോ പ്രഗ്നൻസി സമയത്തോ നമ്മൾ അധികമായിട്ട് ഇലക്കറികൾ, ചീര, പരിപ്പ് വർഗ്ഗങ്ങൾ, ബീൻസ്, മത്തങ്ങ വിത്ത്, അതായത് നമ്മുടെ പംകിൻ സീഡ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രണ്ടാമതായിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസിനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പോസ്റ്റ് മെനോപോസൽ സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കാരണം കാൽഷ്യം കുറയാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മൾ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് പാല്, ചീസ്, തൈര്, ബ്രോക്കോളി, ബദാം, ടോഫു തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. മൂന്നാമത്തെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് തരാം. നമ്മുടെ ഇൻഡോർ ജീവിതശൈലി കൊണ്ട് സൂര്യപ്രകാശം ലഭിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. വിറ്റാമിൻ ഡി കുറഞ്ഞാലുള്ള പ്രധാന പ്രശ്നങ്ങൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയും നമുക്ക് എല്ല് വേദന, പേശിയുടെ ബലഹീനത, മൂഡ് സ്വിങ്സ്, വിട്ടുമാറാത്ത ക്ഷീണം ഒക്കെ ഉണ്ടാവുകയാണ്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാവിലെ നേരത്തെ ഒരു 15 to 20 മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുക, മുട്ടയുടെ മഞ്ഞ, പാല്, ധാന്യങ്ങൾ, ഓറഞ്ച് ജ്യൂസ്, കൂണ് എന്നിവ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ സിംറ്റംസ് ഉള്ള ആളുകൾ റുട്ടീനായിട്ട് ഒരു 3 to 6 months കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്.